ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഓഗസ്റ്റ് 31 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ല് 2024 അവലോകനത്തിനായി സംയുക്ത പാർലമെന്ററി സമിതി രൂപവത്കരിച്ചു. മുതിർന്ന BJP അംഗം ജഗദംബിക പാലാണ് സമിതിയുടെ അധ്യക്ഷൻ. 21 അംഗങ്ങൾ ലോക്സഭയിൽ നിന്നും 10 അംഗങ്ങൾ രാജ്യസഭയിൽ നിന്നും സമിതിയിലുണ്ടാവും. 40ഓളം ഭേദഗതികൾ ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട്. രാജ്യത്ത് 8.7 ലക്ഷത്തിലേറെ വസ്തുക്കളാണ് വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ളത്. നിലവിലെ നിയമത്തിലുള്ള ചില വ്യവസ്ഥകൾ റദ്ദാക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഓഗസ്റ്റ് 8 കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഛത്തീസ്ഗഡിൽ ഒരുങ്ങുന്നു. ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല എന്നാണ് ടൈഗർ റിസർവിന് പേര് നൽകിയിട്ടുള്ളത്. ഗുരു ഘാസിദാസ് നാഷണൽ പാർക്കും തമോർ പിംഗ്ല സാങ്ച്വറിയും ലയിപ്പിച്ചാണ് ടൈഗർ റിസർവ് രൂപവത്കരിക്കുക. 4 ജില്ലയിലായി 2829 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് പുതിയ റിസർവിനുണ്ടാവുക. ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ശ്രീശൈലം, അസമിലെ മാനസ് റിസർവ് എന്നിവയാണ് യഥാക്രമം വലുപ്പത്തിൽ രാജ്യത്ത് 1ഉം 2ഉം സ്ഥാനത്തുള്ള ടൈഗർ റിസർവുകൾ. സംസ്ഥാനത്തെ കടുവകളുടെ എണ്ണം കുറയുന്ന സാഹചര്യത്തിലാണ് പുതിയ റിസർവ് സ്ഥാപിക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയത്. പ്രകൃതിക്ക് ദോഷകരമാവുന്ന ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനത്തിനായി പ്ലാസ്റ്റിക് ഭക്ഷിക്കുന്ന ഫംഗസുകളെ കണ്ടെത്തി ജർമ്മനിയിലെ ശാസ്ത്രജ്ഞർ. സ്റ്റെക്ലിൻ തടാകത്തിലാണ് ഇത്തരം ഫംഗസുകളെ കണ്ടെത്തിയത്. ഇവയ്ക്ക് പ്ലാസ്റ്റിക്കുകളെ ബയോമാസ് ആക്കി മാറ്റാൻ സാധിക്കും. പഠനത്തിനായി തിരഞ്ഞെടുത്ത 18 വകഭേദത്തിൽ 4 എണ്ണത്തിന് പോളിയൂറീത്തേൻ വിഭാഗത്തിലുള്ള പ്ലാസ്റ്റിക്കുകളെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തി. പ്രധാനമായും അസ്പർജില്ലസ്, പെസ്റ്റാലോട്ടിയോപ്സിസ് ജനുസുകളിൽപ്പെട്ട ഫംഗസുകൾക്ക് സാധാരണ പ്ലാസ്റ്റിക്കുകളായ പോളിയൂറീത്തേൻ വിഘടിപ്പിക്കാൻ കഴിവുണ്ട്. ലാക്കേസുകൾ പോലെയുള്ള എൻസൈമുകൾ ഉപയോഗിച്ചാണ് ഇവ വിഘടന പ്രവർത്തനം നടത്തുന്നത്. 6 പുതിയ സുഗന്ധവ്യഞ്ജന ഇനങ്ങൾ കൂടി പുറത്തിറക്കി. ജാതി, പെരുംജീരകം, മാങ്ങ ഇഞ്ചി, അജ്വൈൻ എന്നിവയുടെ പുതിയ ഇനങ്ങളാണ് പുറത്തിറക്കിയത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ സ്ഥാപനത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിയാണ് ഇവയുൾപ്പെടെ 109 പുതിയ വിള ഇനങ്ങൾ കാർഷിക മേഖലയ്ക്കായി സമർപ്പിച്ചത്. IISR കേരളശ്രീ, IISR കാവേരി, IISR മനുശ്രീ, RF 290, ഗുജറാത്ത് അജ്വൈൻ 3, IISR അമൃത് എന്നിവയാണ് ഇവയുടെ പേരുകൾ. വ്യത്യസ്തമായ കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമാവുന്ന രീതിയിലാണ് ഇവ രൂപപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളുടെ ഭാവി സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നിക്ഷേപ പദ്ധതി നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. NPS വാത്സല്യ എന്നാണ് പദ്ധതിക്ക് നൽകിയ പേര്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മാതാപിതാക്കൾക്കോ രക്ഷിതാക്കൾക്കോ അവരുടെ കുട്ടിയുടെ പേരിൽ പദ്ധതിയിൽ ചേരാം. കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുന്നതുവരെ പ്രതിമാസമോ വാർഷികമോ ആയി പണമടയ്ക്കാം. കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായാൽ ഈ അക്കൗണ്ട് NPS അക്കൗണ്ടായി മാറും. പിന്നീട് കുട്ടിക്ക് ഇത് സ്വന്തമായി കൈകാര്യം ചെയ്യാം. ദേശീയ പെൻഷൻ സ്കീമിന് കീഴിലാണ് ഈ പദ്ധതി. ഓണപ്പൂക്കളത്തിന് പൂക്കളും സദ്യയ്ക്ക് വിഷരഹിത പച്ചക്കറികളും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2 പുതിയ പദ്ധതികളുമായി കുടുംബശ്രീ. പുഷ്പകൃഷി സംരംഭത്തിന് നിറപ്പൊലിമ 2024 എന്നും വിഷരഹിത പച്ചക്കറി പദ്ധതിക്ക് ഓണക്കനി 2024 എന്നുമാണ് പേര് നൽകിയത്.
കുടുംബശ്രീയിലെ വനിതാ കർഷകർക്ക് തൊഴിലവസരം ഉറപ്പാക്കുന്നതിനും കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാർഷികോത്പന്നങ്ങൾ കർഷകർ നേരിട്ടാണ് വിപണിയിലെത്തിക്കുക. ഓണവിപണി ലക്ഷ്യം വെച്ചാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭാരതീയ ക്ലാസിക്കൽ നൃത്തരൂപമായ ഭരതനാട്യം ചൈനയിൽ അരങ്ങേറി. 13 വയസ്സുള്ള ചൈനീസ് ബാലികയായ ലേ മ്യൂസിയാണ് ചരിത്രത്തിലാദ്യമായി ചൈനയിൽ ഭരതനാട്യം അവതരിപ്പിച്ചത്. പൂർണ്ണമായും ചൈനയിലാണ് ലേ മ്യൂസി ഭരതനാട്യം അഭ്യസിച്ചത്. ജിൻ ഷാൻഷാൻ എന്ന ചൈനീസ് അധ്യാപികയുടെ കീഴിലാണ് നൃത്തം അഭ്യസിക്കുന്നത്. മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. 2004 മുതൽ 2006 വരെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. 1992, 1996, 2001, 2006 വർഷങ്ങളിൽ തിരൂരങ്ങാടിയിൽ നിന്ന് നിയമസഭയിലെത്തി. മുൻ വിദേശകാര്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ നട്വർ സിംഗ് അന്തരിച്ചു. 1982-84 കാലഘട്ടങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ സെക്രട്ടറിയായി. വൺ ലൈഫ് ഇസ് നോട്ട് ഇനഫ് എന്ന പേരിൽ ആത്മകഥ രചിച്ചു. രാഷ്ട്രീയത്തിനു പുറമെ വിദേശ നയതന്ത്രജ്ഞൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ ശ്രദ്ധേയൻ. 1984 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. അത്ലറ്റിക്സ് പരിശീലകൻ SS കൈമൾ എന്ന KN ശിവശങ്കർ കൈമൾ അന്തരിച്ചു. 1970 മുതൽ 2003 വരെ കാലിക്കറ്റ് സർവകലാശാല അത്ലറ്റിക്സ് ടീമിന്റെ പരിശീലകനായിരുന്നു. PT ഉഷ, മേഴ്സിക്കുട്ടൻ, അഞ്ജു ബോബി ജോർജ്, MD വത്സമ്മ ഉൾപ്പെടെയുള്ള കായിക താരങ്ങളുടെ പരിശീലകനായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വ്യോമാഭ്യാസമായ തരംഗ് ശക്തി 2024 2 ഘട്ടമായി. ആദ്യഘട്ടം തമിഴ്നാട്ടിലെ സുല്ലൂരിൽ നടന്നു. രണ്ടാം ഘട്ടം രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 14 വരെയാണ്. ഇന്ത്യയുടെയും വിദേശ രാജ്യങ്ങളുടെയുമായി 80-ലധികം സൈനിക വിമാനങ്ങൾ അഭ്യാസത്തിനുണ്ടാവും. ആദ്യഘട്ടത്തിൽ 12 രാജ്യങ്ങൾ പങ്കാളിയായി. രണ്ടാം ഘട്ടത്തിൽ 18 രാജ്യങ്ങൾ പങ്കാളികളാവും. ചൈനയുമായി തർക്കം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളുടേതുൾപ്പെടെ പിന്തുണ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി. 2024 ഏഷ്യ കപ്പ് വനിതാ 2020-യിലെ ജേതാക്കൾ. ഉത്തരം ശ്രീലങ്ക. 2024 ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ പ്രമേയം. ഉത്തരം ജനങ്ങളെയും ഭൂമിയെയും ബന്ധിപ്പിക്കുക, വന്യജീവി സംരക്ഷണത്തിനായി കൂടുതൽ ഡിജിറ്റൽ സാധ്യതകൾ കണ്ടെത്തുക. യൂറോപ്യൻ കാലാവസ്ഥാ ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം 84 വർഷത്തിനിടെ ഭൂമിയിൽ ഏറ്റവുമധികം ചൂട് അനുഭവപ്പെട്ട ദിനം. ഉത്തരം 2024 ജൂലൈ 22. അടുത്തിടെ തീപിടുത്തം ഉണ്ടായ ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ. ഉത്തരം INS ബ്രഹ്മപുത്ര. ഏത് ബോളിവുഡ് താരത്തിന്റെ പേരിലാണ് അടുത്തിടെ പാരീസിലെ ഗ്രവിൻ മ്യൂസിയം സ്വർണ്ണ നാണയം പുറത്തിറക്കിയത്? ഉത്തരം ഷാറുഖ് ഖാൻ. ഇതോടെ 2024 ഓഗസ്റ്റ് 31 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.